ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. ഒരു അമലുണ്ട്, അത് ചെയ്താൽ റബ്ബിന്റെ അടുക്കൽ മഖബൂലാണ്. അത് പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. ആ നബി തങ്ങളെ സ്നേഹിച്ചിട്ട് ചൊല്ലുന്ന സ്വലാത്താണ്. അങ്ങനെ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് അതേ സ്വർഗത്തിലേക്ക് എളുപ്പത്തിലുള്ള വഴിയുണ്ടെന്ന് മഹാന്മാരായ നമ്മളെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ മുഴുവനും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് അവസാനമായി ഒരൊറ്റ ഉപദേശം, ജീവിതത്തിൽ ധാരാളം സ്വലാത്തിന് അധികരിപ്പിക്കണം. പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കണം. അതിൽ വലിയ മഹത്വമുള്ള സ്വലാത്താണ്. കഴിയുന്നവരെ റെക്കോർഡ് ചെയ്തോളൂ, കഴിയുന്നവരെ എഴുതി വെച്ചോളൂ. ജീവിതത്തിൽ ചൊല്ലിയാൽ വലിയ മഹത്വം ലഭിക്കാൻ അത് കാരണമായി പോയി. വലിയ മഹത്വം ലഭിക്കാൻ അത് കാരണമായി പോയി. മഹാനായ അബുൽ ഖാസിം സബീർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേ, അവൻ ആ സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് സ്വർഗത്തതേ എന്ന സ്വപ്നത്തിലെത്തിക്കാൻ കഴിയും. ആ സ്വപ്നത്തിലെത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? റആനി ഫീ മനാമിഹി. റസൂലുള്ളാഹി പറയാണ്, ആ സ്വലാത്ത് ഒരാൾ അധികരിപ്പിച്ചാൽ അവൻ എന്നെ സ്വർഗത്തതേ സ്വപ്നത്തിലെത്തിച്ചു പോയി. വമൻ റആനി ഫീ മനാമിഹി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിലെത്തിച്ചാലോ റആനി യൗമൽ ഖിയാമ, ആരും സഹായിക്കാനില്ലാത്ത റബ്ബിന്റെ പാരത്രിക ലോകത്ത് ആരും ശുപാർശ ചെയ്യൂല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങൾ അടുക്കലും പോയിട്ട് ശുപാർശ ചോദിച്ചിട്ട് ആരും എടുക്കാത്ത സമയത്ത് റആനി യൗമൽ ഖിയാമ, ശുപാർശയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ എന്റെ ശുപാർശയ്ക്ക് എന്നെ കണ്ട് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. വമൻ റആനി യൗമൽ ഖിയാമ, അവിടെ വെച്ച് തന്നെ കണ്ടിട്ടൊരാൾക്ക് മനസ്സിലായാൽ ശഫഅതു ലഹു, അവർക്ക് ശുപാർശ ചെയ്തു പോയി. വമൻ ശഫഅതു ലഹു, ആർക്കെങ്കിലും ഞാനങ്ങ് ശുപാർശകനായാലോ ശരിബ മിൻ ഹൗളി, എന്റെ ഹൗലിൽ നിന്നവൻ ഹൗലുൽ കൗസർ കുടിച്ചു പോയി. ഹറമല്ലാഹു ജസദഹു അലന്നാർ, 100 കൊല്ലത്തോളം യാത്ര ചെയ്തെത്തിക്കാൻ കഴിയാത്ത ആഴമുള്ള നരകത്തിൽ നിന്ന് കാവല് കിട്ടാൻ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ സ്വലാത്ത് ചൊല്ലിയിട്ട് എന്നെ സ്വപ്നത്തിൽ കണ്ടൊരാൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു കാരണമാണ് മുസ്ലിമേ. മഹാനായ യൂസുഫിന്റെ ബിഹാരി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നു, ആ സ്വലാത്തൊരു മുഅ്മിനൻ അധികരിപ്പിച്ചാൽ അവൻ വിജയം കൈവരിച്ചു പോയി. അല്ലാഹുമ്മ സല്ലി അലാ റൂഹി മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ. ഈ സ്വലാത്തൊരു മനുഷ്യൻ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്തിന്റെ ഹബീബായ നബി തങ്ങളെ ഒന്ന് കാണണം, ഒന്നെനിക്ക് പരിചയപ്പെടണം എന്ന് ചിന്തിച്ച് കിടന്നുറങ്ങിയാൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ ഒരു ചിന്തയോടെ ഒരു രാത്രിയിലങ്ങ് കിടന്നുറങ്ങിയാൽ ഉറച്ച വിശ്വാസമുണ്ടോ കാണാൻ കഴിയും, സംശയം വേണ്ട. രാത്രിയിൽ ഭാര്യയെ ഓർമ്മിച്ച് കിടന്നവൻ ഭാര്യയെ കണ്ടില്ലേ, മക്കളെ ഓർമ്മിച്ച് കിടന്നവൻ മക്കളെ സ്വപ്നം കണ്ടില്ലേ. നമ്മളെ പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങൾ നമ്മളെ ഭാര്യയെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഉമ്മമാരെക്കാൾ, നമ്മുടെ ബാപ്പമാരെക്കാൾ എത്രയോ 10 മടങ്ങി എന്നെ ഇഷ്ടം വെച്ച നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ദുആ ചെയ്തങ്ങ് പിരിയണം. എല്ലാവരും അടുത്തേക്ക് വന്നോളൂ, ചൊല്ലിക്കോളൂ സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബി തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. നബി തങ്ങൾ ഒരിക്കലും നമ്മളെ തട്ടിക്കളയൂല. ഈ വിശ്വാസത്തോടെ ഉറങ്ങുന്ന സമയത്ത് ഈ സ്വലാത്തും ചൊല്ലിയിട്ട് സ്വപ്നം കാണുമെന്ന പ്രതീക്ഷയിൽ കിടന്നുറങ്ങിക്കോ. മഹാനായ ഇമാം ദിമ്മീത്തി റഹിമഹുല്ലാഹ് തങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് കാണാം. ആരെങ്കിലും അതെ അവന്റെ ജീവിതത്തിൽ രാത്രിയിലും പകലിലും ഈ സ്വലാത്തിനെ അധികരിപ്പിച്ചിട്ട് നബി തങ്ങളെ സ്വപ്നം കാണണമെന്ന നിയത്തോടെ ഒരുത്തൻ കിടന്നാൽ അവനെത്തിക്കുമെന്നതിന് വലിയ തെളിവാണ് മഹാനായ ശിഹാബ് തങ്ങളുടെ ജീവിതത്തിലെ ചരിത്രം. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, മഹാനായ ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശിഹാബുദ്ദീനുൽ വലി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വഖദ് ജറബ്തുഹാ, ഞാൻ കിടക്കുന്ന സമയത്ത് നബി തങ്ങളെ കാണണമെന്ന പ്രതീക്ഷയോടെ ഞാൻ സ്വലാത്തിനെ അധികരിപ്പിച്ച് കിടന്നു. ഈ സ്വലാത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഉറക്കുമ്പോൾ കിടക്കുന്ന സമയത്തങ്ങ് ചൊല്ലി ധാരാളം പകലിലും രാത്രിയിലും അധികരിപ്പിച്ചു. നബി തങ്ങളെ കാണുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാനങ്ങ് പ്രതീക്ഷയോടെ കിടന്നു. ഖറഅതുഹാ ഇൻദ മനാമി വഅന ലാ ത്വാഹിറത്തിൻ കാമിലാ. നബി തങ്ങളെ കാണാൻ വേണ്ടി കിടക്കുകയല്ലേ, നല്ല ശുദ്ധിയോടെ ഞാനങ്ങ് കിടന്നു. നല്ല പൂർണ്ണമായ ശുദ്ധിയോടെ ഞാനങ്ങ് കിടന്നുറങ്ങി. സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാനങ്ങ് കിടന്നപ്പോ ഹത്താ നിംതു, ഞാനങ്ങ് ഉറങ്ങിപ്പോയി. വാനാ ഖറഉഹാ, ഉറങ്ങുന്നതിന്റെ മുമ്പ് ഇങ്ങനെ നാവിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഉറക്കമറിയാതെ വന്നിട്ടും എന്റെ സ്വലാത്ത് നിന്ന് പോയില്ല. ഉറക്കിലും സ്വലാത്ത് തന്നെ. فرأيته صلى الله عليه وسلم في ذلك المنام رؤيا جميلة جدا. എന്തൊരു നല്ല സ്വപ്നമാണ് എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിച്ച് ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തുനിന്ന് സ്വലാത്ത് ചൊല്ലിയപ്പോ ഉറക്കിലും ഞാൻ ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി. ഹത്താ, ഏതുവരെയാ ഞാൻ ആ സ്വലാത്ത് ചൊല്ലിയത്? എന്റെ പ്രിയപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് വരെ ഞാൻ ആ സ്വലാത്ത് ഉറക്കിൽ ചൊല്ലി. മുഅ്മിനീങ്ങളെ, നബിതങ്ങൾ ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരാൾ കണ്ടാൽ എന്താ മഹത്വം പറഞ്ഞത്? ഹറമഹുല്ലാഹു അലാ ജസദിഹി, അല്ലാഹുവിന്റെ ശരീരത്തിന് ഹറാമാക്കിപ്പോയി. നരകത്തിൽ നിന്ന് അവനെ അല്ലാഹു മോചിപ്പിച്ചു പോയി. ആ നിലക്ക് നബിതങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലാൻ ഉമ്മമാരെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം. നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഇത് വലിയ കാരണമാണ്. അല്ലാഹു ആ നിലക്ക് നബിതങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലുന്ന നല്ല മുത്തഖീങ്ങളെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം.